മൂത്ര ചികിത്സ എന്നൊരു ഭാഗം ആധുനികമായൊരു ചികിത്സാ ശാസ്ത്രമാണ്. വൈദ്യ സംസ്കാരം അനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ടതാണ്. ലോകം മുഴുവൻ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. കാരണം ശരീരത്തിൽ നിന്ന് അസാധാരണമാം വിധം, അതായത് പവിത്രമായ, നമ്മൾ സ്വർണ്ണിമ ജലമാണ് മൂത്രം. പ്രതിരോധ ശക്തിയുള്ള അമൃതാണ്. ഉള്ള എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്ന് അവരുടെ മൂത്രത്തിൽ കൂടി പ്രകാശിതമായിരിക്കുന്നത്. അതായത് നമ്മുടെ രക്തത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് മൂത്രം. അത് നമ്മൾ ഒരു പാമ്പിൻ്റെ തലയും വാലും വിഷമയമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മണിക്കൂറിലോളം തങ്ങിയിരിക്കുന്ന ആ മൂത്രത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന മിനിമം ഒരു 15 to 25 ഡ്രോപ്സ് അതിനകത്ത് ബാക്ടീരിയകൾ പെരുകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് അല്പം അശുദ്ധിയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. ഒരു 15 മുതൽ 25 തുള്ളി, അത് അളന്നൊന്നും വേണ്ട, കുറച്ച് ഏതാനും 1 സെക്കൻഡോ 2 സെക്കൻഡുള്ള കളഞ്ഞതിന് ശേഷം മിഡിൽ സ്ട്രീം മധ്യഭാഗം എടുക്കുക. അവസാനം തീരാറാവുന്ന കുറച്ച് ഭാഗം ഒഴിവാക്കുക, അതും കളയാക്കുക. ബാക്കി ഇത്ര എടുക്കുമ്പോഴത്തേക്കും പക്ക പ്യുവറാണ്. അതാണ് എടുത്ത് കഴിച്ചു തുടങ്ങേണ്ടത്. ഹായ്, നമസ്കാരം. ഞാൻ നന്ദകുമാർ. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു അന്തർദേശീയ സമ്മേളനം നടന്ന ഹാളിലാണ്. യൂറിൻ യൂസേഴ്സ് എന്ന സംഘടന, യു എന്ന സംഘടനയുടെ പേര് യൂണിവേഴ്സൽ യൂറിൻ യൂസേഴ്സ് യൂണിറ്റി എന്നാണ്. യു. ആ സംഘടനയുടെ അന്തർദേശീയ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ആ വേദിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്നോടൊപ്പം ഈ യൂറിൻ തെറാപ്പിസ്റ്റ് ആയ പ്രമുഖനായ ഒരു ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ആചാര്യനൊക്കെ ആയ ജലാധരൻ സാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 36 വർഷത്തെ സേവനം കഴിഞ്ഞിട്ട് സീനിയർ ഓഫീസറായിട്ട് വിരമിച്ച ആളാണ്. അതിനുശേഷം ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനത്തിലും ഈ തെറാപ്പി, അതായത് യൂറിൻ യൂസേഴ്സിൻ്റെ തെറാപ്പി, അതിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ യൂറിൻ യൂസേഴ്സിനെ കുറിച്ചും യൂറിൻ്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടാവും. അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. ജലാധരൻ സാർ. നമസ്കാരം. ഞാൻ സപ്താഹ ആചാര്യൻ ജലാധരൻ. ന്യൂസ് ഫോർ നേഷൻ്റെ ഭാഗമായിട്ട് ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു അന്താരാഷ്ട്ര യൂണിവേഴ്സൽ യൂറിൻ യൂസേഴ്സ് യൂണിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങിയ, അതായത് മെയ് 13 തുടങ്ങി നാളെ അവസാനിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ്. ലോകത്ത് പല രാജ്യങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗോവയിൽ വെച്ചായിരുന്നു. ഇപ്രാവശ്യം അത് സ്വാഭിമാനം പറയട്ടെ കേരളത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഇന്ത്യക്കകത്തും പുറത്തുള്ള ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു. മഹത്തായ ഒരു ചികിത്സാശാസ്ത്രം, ദർശനശാസ്ത്രമായ യൂറിൻ തെറാപ്പി, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്ന് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഭാരതത്തിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു ചികിത്സാ ദർശനശാസ്ത്രമാണ്. അതിൻ്റെ ചരിത്രത്തിൽ നമുക്ക് തുടങ്ങാം. കാരണം 10,000 വർഷങ്ങൾക്ക് മുൻപ് ഋഗ്വേദത്തിലാണ് ആദ്യമായി ഇതേക്കുറിച്ച് പരാമർശമുള്ളത്. വേദം എന്നാൽ നിങ്ങൾക്കറിയാം, ഭഗവാൻ സ്വസൃഷ്ടിയെ അനുഗ്രഹിക്കാൻ വേണ്ടി വെളിപ്പെടുത്തിയ ശബ്ദബ്രഹ്മമാണ് വേദം. ഈ വേദം പ്രകൃതിയിലുള്ള എല്ലാ ജീവികളിൽ ആത്മാവിൽ തുടിക്കുന്ന മഹത്തായ ഒരു പ്രതിഭാസമാണ്. അതാണ് വേദം. ഈ വേദത്തിലാണ്, ഋഗ്വേദത്തിൽ 4 വേദങ്ങളുണ്ട്. ഋഗ്വേദത്തിലാണ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഓം ധനുരേവ ധന്യോ അസ്തു ഭേഷജം, അതായത് മനുഷ്യനിലുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്ന്, ഭേഷജം അവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. മഹത്തായ ഈ ദർശനശാസ്ത്രം 10,000 വർഷങ്ങൾ പ്രകാശിതമായെങ്കിലും ഇത് ലിഖിത രൂപത്തിൽ വാമൊഴിയിലൂടെ നമുക്ക് കിട്ടുന്നത് 5700 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ദർശനശാസ്ത്രങ്ങളൊക്കെ രചിച്ച വേദവ്യാസ ഭഗവാനിലൂടെയാണ്. അദ്ദേഹം മഹത്തായ ദർശനശാസ്ത്രങ്ങൾ രചിച്ചതിന് ശേഷം വളരെ ഖിന്നനായി കാണപ്പെട്ടു. മൂലസ്വരൂപം വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ദേവനായി ധന്വന്തരി മഹർഷി പ്രത്യക്ഷപ്പെട്ടു. അവർ തമ്മിലുള്ള സംവാദത്തിലൂടെ മഹത്തായ ദർശനശാസ്ത്രം പ്രകാശിതമാകുന്നതിന് കാരണമായി. അദ്ദേഹം വേദവ്യാസന് ലീനനായി. അങ്ങനെ രചിക്കപ്പെട്ട മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഡാമർ തന്ത്ര. അതിൻ്റെ രചന 5200 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് കരുതപ്പെടുന്നു. അതിലെ പ്രസക്തമായൊരു അധ്യായമാണ് ശിവാംബു കൽപ്പവിധി.
107 ശ്ലോകങ്ങളുള്ള മഹത്തായ ദർശനശാസ്ത്രം ശിവഭഗവാൻ. സാർ, നമുക്ക് ശിവാംബുവിലേക്ക് പിന്നീട് പോകാം. നമുക്കിപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഓക്കെ, ഈ മൂത്ര ചികിത്സ എന്നൊരു വിഭാഗമുണ്ട്, എന്നൊരു ബ്രാഞ്ച് ഉണ്ടോ? എന്താണ് ഈ മൂത്ര ചികിത്സ? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അതായത് മൂത്ര ചികിത്സ എന്ന് പറയുമ്പോൾ ഡാമർ തന്ത്രയിലൂടെ ശിവാംബു കൽപ്പവിധിയിൽ നിർദ്ദേശിക്കപ്പെട്ടതാണ്. കാരണം മനുഷ്യനുള്ള എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്ന് അവരുടെ മൂത്രത്തിൽ കൂടി പ്രകാശിതമായിരിക്കുന്നത്. അതായത് നമ്മുടെ രക്തത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് മൂത്രം. അതായത് രക്തത്തിലുള്ള ഏതാണ്ട് പ്ലാസ്മ ഒഴിച്ച് ബാക്കി എല്ലാ ഘടകങ്ങളും അതിൻ്റെ 1% മാത്രം പ്ലാസ്മ കിഡ്നിക്ക് അരിക്കാൻ കഴിയില്ല. ബാക്കിയുള്ളതൊക്കെ കൊടാനുകൂടി നെഫ്രോൺ കൂടി അരിപ്പുകൾ കൂടി അരിച്ച് നമ്മൾ ജലസംഭരണിയിലേക്ക് വരുന്ന അത് മുഴുവൻ സംഭരിക്കാനും റീസൈക്കിൾ ചെയ്യാനും കഴിയാത്തത് പുറത്തേക്ക് പോകുന്നു. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അത് തിരിച്ച് ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആൻറ്റി ഓക്സിഡൻ്റാണ്, ആൻറ്റിബയോട്ടിക്കാണ്, സർവ്വരോഗ സംഹാരിയാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ നെക്ടർ, അതായത് അമൃതാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ദർശനശാസ്ത്രങ്ങളെല്ലാം ആയുർവേദ ശാസ്ത്രങ്ങളിലും ബൈബിളിലും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2100 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ബൈബിൾ എഴുതിയിരിക്കുന്നത് നിൻ്റെ ജലസംഭരണിയിൽ നിന്ന് ജലം കഴിച്ച് നീ രോഗവിമുക്തനാകും. നമ്മൾ അഷ്ടാംഗ ഹൃദയത്തിലും ശരക സുശ്രുത സംഹിതയിലുമൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി സന്യാസി ശ്രേഷ്ഠന്മാർ ഇതിനെ ആചരിച്ചു പോന്നു. കൃത്യമായി പറഞ്ഞ 2500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീബുദ്ധ ഭഗവാൻ തൻ്റെ അനുയായികൾക്ക് വനാന്തരത്തിൽ നിന്ന് ധ്യാനം, യോഗ, കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് രോഗം വരാതിരിക്കാനും പ്രിവെൻറ്റീവ് ഹെൽത്ത് പ്രതിരോധ മാർഗത്തിനും അദ്ദേഹം നിർദ്ദേശിക്കപ്പെട്ടതാണ്. അതായത് മൂത്രപാനം, മസാജ്. അങ്ങനെ 2000 വർഷങ്ങൾക്ക് ശേഷം സന്യാസി ശ്രേഷ്ഠന്മാരിൽ ഒതുങ്ങി നിന്നു. അതിൽ നിന്ന് ആധുനിക ലോകത്ത് പ്രകാശിതമായത് ബ്രിട്ടീഷുകാരനായ യൂറിൻ തെറാപ്പിസ്റ്റായ WJ ആംസ്ട്രോങ്ങിലൂടെയാണ്. ചന്ദ്രനിൽ പോയ ആംസ്ട്രോങ് അല്ല. അദ്ദേഹം 26 വയസ്സായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഡയബറ്റീസ് പിടിപെട്ടു. കടുത്ത ഡയബറ്റീസിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടും കുറവ് വന്നില്ല. അദ്ദേഹത്തിന് ക്ഷയം, ട്യൂബർകുലോസിസ് പിടിപെട്ട് അദ്ദേഹത്തിൻ്റെ ദിവസങ്ങളിൽ എണ്ണപ്പെട്ടു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഖിന്നനായ അദ്ദേഹം, ക്രൈസ്തവ വിശ്വാസി അദ്ദേഹം, പഴയ ബൈബിൾ വായിച്ചപ്പോഴാണ് മഹത്തായ ദർശനശാസ്ത്രം നിൻ്റെ റിസർവോയറിൽ നിന്ന് ജലസമ്പന്നിൽ നിന്ന് ജലം കഴിച്ച് അതിൽ നിന്ന് മോചിതനാകുക. അങ്ങനെ അദ്ദേഹം പരീക്ഷണാർത്ഥം എൻ്റെ ജലസംഭരണി, എൻ്റെ മൂത്രസഞ്ചി, പുറത്തു വരുന്ന മൂത്രമാണ്, അദ്ദേഹം പാനം ചെയ്ത് തുടങ്ങി. 2ാമത്തെ ദിവസം മുതൽ ഒരു ദിവസം പഴക്കമുള്ള പഴക്കമുള്ള യൂറിൻ ഉപയോഗിച്ച് കഴിഞ്ഞു. അത്ഭുതകരമെന്ന് പറയട്ടെ, 3 ആഴ്ച കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് പ്രകടമായ മാറ്റം ഉണ്ടായി. സാർ, എന്താണ് ഈ മൂത്ര ചികിത്സ എന്ന് പറയുന്നത്? അങ്ങനെ ഒരു മൂത്ര ചികിത്സ എന്നൊരു വിഭാഗമുണ്ടോ? ചികിത്സ രംഗത്ത് അങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടോ മൂത്ര ചികിത്സ? ഉണ്ട്. അതായത് മൂത്ര ചികിത്സ എന്നൊരു ഭാഗം ആധുനികമായൊരു ചികിത്സാ ശാസ്ത്രമാണ്. വൈദ്യ സംസ്കാരം അനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ടതാണ്. ലോകം മുഴുവൻ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. കാരണം ശരീരത്തിൽ നിന്ന് അസാധാരണമാം വിധം, അതായത് പവിത്രമായ നമ്മൾ സ്വർണ്ണിമ ജലമാണ് മൂത്രം. പ്രതിരോധ ശക്തിയുള്ള അമൃതാണ്. അത് സ്വീകരിക്കുക വഴി കേടുവന്ന കലകളെയും കോശങ്ങളെയും റിപ്പയർ ചെയ്യുന്നത് തെളിയിക്കപ്പെട്ടു. അനുഭവത്തിലൂടെ, തിയറിയല്ല, പ്രാക്ടിക്കലാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. ഈശ്വരീയമായ വിശ്വാസത്തിനോട്, ശ്രദ്ധയോടെ, ഭക്തിയോടെ, സമർപ്പണത്തോടെ ഈശ്വരീയമായി നിർദ്ദേശിക്കപ്പെട്ട ഈ ശാസ്ത്രം യൂറിൻ തെറാപ്പിയായിട്ട് ഡെവലപ്പ് ചെയ്ത് ലോകം മുഴുവൻ ആളുകൾ സ്വയം പരീക്ഷിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ചികിത്സ ആശുപത്രിയിൽ ഇന്ത്യയിൽ നിന്ന് മഹാരാഷ്ട്രയിലുണ്ട്. ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഇതിൻ്റെ ആശുപത്രികളുണ്ട്. വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. അസാധാരണമാംവിധം പ്രതിരോധ ശക്തി ഉള്ളതാണ്. ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇത് വളരെ 1971 കൃത്യമായി പറഞ്ഞാൽ നാസ ജൂലൈയിൽ പ്രഖ്യാപിച്ചു. ഇത് കേട്ടതിന് ശേഷം ഇതിൻ്റെ മെഡിസിനൽ എഫക്റ്റ് മനസ്സിലാക്കി അവർ പരീക്ഷണം നടത്തി. ഇത് സ്റ്റെറിൽ വാട്ടറാണ് എന്നവർ തെളിയിക്കപ്പെട്ടു. അതിനുശേഷമാണ് പ്രചാരം കിട്ടിയത്. ഭാരതത്തിൽ ഇത് എത്തുന്നത് 1900 കൃത്യമായി പറഞ്ഞാൽ 80കളിലാണ്. അതായത് ഡോക്ടർ നിതിൻ പട്ടേലിൻ്റെ അച്ഛൻ ശശി പട്ടേൽ, അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്നു നമ്മളെ 5ാമത് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി. അദ്ദേഹത്തിനാണ് ഭാരതത്തിൽ ആദ്യമായിട്ട് ഉപദേശം കിട്ടുന്ന. അദ്ദേഹം അത് കഴിച്ച് ശീലിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ 60ാമത്തെ വയസ്സിൽ കഴിച്ചു തുടങ്ങി. 100ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നവരെ അരോഗദൃഢനെ ജീവിച്ച് ന്യൂയോർക്കിൽ UNAയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. ആരോഗ്യത്തിൻ്റെ പറഞ്ഞ്, ദിവസേന ഞാൻ എൻ്റെ മൂത്രം കഴിക്കും. അങ്ങനെ മൂത്രം കുടിയനായ പ്രധാനമന്ത്രി ഇത് പരിഹസിച്ച് പറഞ്ഞെങ്കിലും കാലം കരുതി വെച്ചൊരു കാവ്യനീതിയായിരുന്നു ഈ ചികിത്സാശാസ്ത്രം. ഇതാണ് ഇന്ന് ഭാരതത്തിലും പ്രത്യേകിച്ച്
കേരളത്തിലും തമിഴ്നാട്ടിലും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന അസാധാരണമായ എനിക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അത് പിന്നീട് പറയുന്നതാണ്, ചോദ്യകർത്താവിൻ്റെ ചോദ്യം അനുസരിച്ച് പറയുന്നതാണ്. ഇത് തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസത്തോടുകൂടി അനുഭവ സാക്ഷ്യമാണ്. ഒരു പൈസ, സീറോ ബഡ്ജറ്റ് ചികിത്സാശാസ്ത്രമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പണം ചിലവാക്കി ക്രോണിക് ഡിസീസ്, സ്ഥായി അസുഖങ്ങൾ ചികിത്സ നടത്തി അവരെയൊക്കെ ജീവിതം വളരെ ഷോർട്ട് സ്പാൻ ആയിട്ട് മാറുന്നു. അതിൽ മൂത്രം എന്ന് പറയുന്നത് ഒരു ശരീരം പുറംതള്ളുന്ന ഒരു മാലിന്യമാണെന്നാണല്ലോ. അങ്ങനെയാണ്, മലത്തെ പോലെ മാലിന്യമാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അലോപ്പതി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരൊക്കെ ഒരു കാരണവശാലും അംഗീകരിക്കണം. കാരണം ഇത് ഒരു ശരീരം പുറംതള്ളുന്ന മാലിന്യമാണ്. ആ മാലിന്യം എങ്ങനെ ഔഷധമാകുമെന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ നിറഞ്ഞു നിൽപ്പുണ്ട്, അങ്ങനെ ഒരു ചോദ്യം. പക്ഷേ നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, അതൊരു മാലിന്യമല്ല, ശരീരം പുറന്തള്ളുന്ന മാലിന്യമല്ല, അതൊരു ഔഷധമാണെന്നാണ്. എനിക്ക് ചോദിക്കാമെന്നുള്ളത്, ഇതൊരു ഔഷധമാണോ? ഡെഫിനറ്റായിട്ട് ഔഷധം. കാരണം അറിയണം, നമ്മളൊക്കെ ജനിച്ച അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് നമ്മൾ കിടക്കുന്നത്. അതിൽ ആ കുട്ടിയുടെ മൂത്രം റീസൈക്കിൾ മൂക്കിൽ കൂടെ വായിൽ കൂടെ സ്വീകരിച്ച് അമ്മയിൽ നിന്ന് പോഷകഘടകങ്ങളൊക്കെ സ്വീകരിച്ച് വളർന്നു വരുന്ന കുട്ടി അത് തന്നെ കഴിച്ച് ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് നമ്മൾ വളർന്ന് ജീവിച്ചു വരുന്നത്. നമ്മളെ ഫിസിയോളജി അങ്ങനെയാണ് ജീവൻ്റെ തുടിപ്പ് ആരംഭിക്കുന്നത്. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വൈദ്യശാസ്ത്രം വലിയൊരു ലോബിയുടെ വ്യവസായം, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വലിയൊരു വ്യവസായ പ്രസ്ഥാനമായി, പ്രോഫിറ്റ് മോട്ടീവാണ്, മണി മോട്ടീവാണ്. അവരതിൻ്റെ ഇടയ്ക്ക് ഈ പ്രചാരമൊക്കെ നടന്നു. പക്ഷേ ഭാഗ്യവശാലോ ബലപ്പെട്ട പല മരുന്നുകളും, യൂറോ കൈറസ് എന്ന ഹൃദയത്തിന് ഉപയോഗിക്കുന്ന ലക്ഷം വിലയുള്ള ആ മരുന്നുണ്ടാക്കുന്നത് യുവാക്കളുടെ മൂത്രത്തിൽ നിന്നാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മലത്തിൽ നിന്ന് തന്നെ കേട്ടോ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്ത് നമ്മളെ വയറ്റിൻ്റെ അസുഖങ്ങൾക്ക് ഗട്ട് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. പ്രചാരം നേടി വരികയാണ്. അതിലൊന്നും ഒരു സാങ്കത്യക്കുറവ് അവർ കാണുന്നില്ല. അങ്ങനെ അസാധാരണമായ ശാസ്ത്രീയമാണ്, ഇത് ആധികാരികമാണ്, വേദങ്ങൾ പോലെ, പുരാണങ്ങൾ പോലെ, സ്മൃതികൾ പോലെ പ്രാമാണികമാണ്. ഇതിൻ്റെ ശിവാംബു കൽപ്പവതി എന്ന പ്രമാണ ഗ്രന്ഥം അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, വിശ്വാസത്തോടെ നിങ്ങളിത് സ്വീകരിച്ചാൽ ഒരു അലർജിയും ലോകത്ത് മറ്റ് പുറത്തുള്ള വസ്തുക്കളൊന്നും സാധാരണഗതിയിൽ ശരീരം സ്വീകരിക്കത്തില്ല. പഴങ്ങളും പച്ചക്കറികളും ഒഴിച്ച്. പക്ഷേ നേരെ മറിച്ച് ഇത് കഴിച്ചാൽ ഇത് മെറ്റബോളിക് ഫംഗ്ഷന് വിധേയമല്ല, ഡയറക്റ്റായിട്ട് രക്തത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് അസാധാരണമായ ഊർജം, ഇത് കഴിക്കുന്ന ആളുകൾക്ക് അസാധാരണമായ ഊർജം, അസാധാരണമായ ഉറക്കം, സ്വാസ്ഥ്യം, ആത്മവിശ്വാസം, മാനസിക പ്രശ്നങ്ങൾക്ക് മാറ്റം, ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ അസുഖങ്ങളും മാറി വരുന്നതിൻ്റെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുടെ അനുഭവ സാക്ഷ്യം ഈ സമ്മേളനങ്ങളിലൂടെ പ്രകാശിതമാകുകയാണ്. അത്ഭുതം തോന്നും. ഇതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കി ധാരാളം ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ യൂറിൻ എന്ന് പറയുന്നത് ഈ അനുഭവ സാക്ഷ്യത്തിൽ മാത്രമാണോ അതിൻ്റെ ഔഷധ ഗുണം നിങ്ങൾ നിശ്ചയിക്കുന്നത്, അതോ അതിനെ ശാസ്ത്രീയമായിട്ട് അതിലുള്ള ഔഷധ ഗുണങ്ങളെ തെളിയിച്ചിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ട് ശാസ്ത്രീയമായി. കാരണം ഇത് ഞങ്ങളുടെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പഠനങ്ങൾ നടത്തുന്ന അനുഭവ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ നാസ തുടങ്ങി കാനഡയിലെ പല ലാബുകളും മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തി കൃത്യമായി പറഞ്ഞാൽ 3079 ഘടകങ്ങൾ, യൂറിയ, വൈറ്റമിൻസ്, മിനറൽസ് തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ, 3079 ഘടകങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഘടകങ്ങൾ, പോഷക സമൃദ്ധമായ ഘടകങ്ങൾ, മെഡിസിനൽ കണ്ടൻസ്, കെമിക്കൽസ്, ഹോർമോൺസ്, ആൻറ്റി ഓക്സിഡൻസ്, വേരിയസ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് തുടങ്ങി 3079 MBBS സിലബസിൽ ഇതിൽ 20 മാത്രമേ അവർ പഠിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും സിലബസിൽ വന്നിട്ടില്ല. ആധികാരികമായിട്ട് ഇത് ലോക പ്രസിദ്ധീകരണങ്ങളിലൂടെ പ്രകാശിതമായതാണ്. അതിന് വിശദാംശങ്ങൾ താമസിയാതെ മാധ്യമങ്ങളിലൂടെ നിങ്ങളിലെത്തും. അങ്ങനെ അസാധാരണ ശാസ്ത്രീയമായ പശ്ചാത്തലമുണ്ട്. കാരണം ആലോപ്പതിക്കാരും പഠിക്കാൻ നിർബന്ധിതരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ സംഘടനാ തലത്തിൽ നടക്കുകയാണ്. പാഠ്യപദ്ധതിയിലേക്ക് വരാനുള്ള ശ്രമങ്ങളുണ്ട്. കാലം കരുതി വെച്ചൊരു കാവ്യനീതിയാണ് യൂറിൻ തെറാപ്പി അഥവാ മൂത്ര ചികിത്സ. ഈ മൂത്ര അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ മൂത്രം സേവിച്ചു തുടങ്ങേണ്ടത്? അതൊരു ഔഷധമാണെന്ന് താങ്കൾ പറയുന്നു. നല്ലൊരു ചോദ്യം. ഔഷധം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഒരു സമയക്രമമുണ്ട്, ഒരു രീതിയുണ്ട്. അതിന്റെ പ്രോട്ടോകോൾ. ഔഷധങ്ങൾക്കും അങ്ങനെ ഒരു രീതിയുണ്ട്. ഈ മൂത്ര ചികിത്സ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് മൂത്ര ചികിത്സ തുടങ്ങുന്ന ഒരാള് എങ്ങനെയായിരിക്കണം അതിലേക്ക് സമീപിക്കേണ്ടത്? എങ്ങനെയാണ് ഔഷധം കഴിച്ചു തുടങ്ങേണ്ടത്? അതിന് ക്രമങ്ങളുണ്ടോ? ഉണ്ട്, തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്, അറിയേണ്ടതാണ്. അതായത് സാധാരണഗതിയിൽ ഇത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ബോധവൽക്കരണത്തിന് വേണ്ടി ധാരാളം ക്ലാസ്സുകൾ
ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ഡസൻ കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ കൂടിയാണ്. പിന്നെ ഇത്തരം സത്സംഗങ്ങൾ ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, അന്തർദേശീയ തലത്തിൽ സമ്മേളനം നടത്തുന്നുണ്ട്, പ്രസ് സമ്മേളനം നടത്തുന്നുണ്ട്. വിവരങ്ങൾ, നോട്ട്സുകളെല്ലാം ആധികാരികമായിട്ട് ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു തെറാപ്പിസ്റ്റ്, ഒരു സീനിയർ തെറാപ്പിസ്റ്റിൻ്റെ ഉപദേശം അനുസരിച്ചും അദ്ദേഹത്തിൻ്റെ മോണിറ്ററിങ്ങിൽ ഇത് തുടങ്ങാൻ പാടുള്ളൂ. ഞങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന സിസ്റ്റം ഇതാണ്. അതായത് ഇതിന് വേണ്ടത് മാനസികമായ തയ്യാറെടുപ്പ്. ഇത് വെറുക്കപ്പെട്ടതാണ്, ഇത് മലിനമാണെന്നുള്ള തെറ്റായ ഒരു ധാരണയെ അതിജീവിക്കാനുള്ളൊരു മനസാന്നിധ്യം മാത്രം വഴി ഈ നേരിട്ട് ഇതിലേക്ക് കടക്കാം. ഇതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് സാധാരണയായി ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത് രാവിലെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ആദ്യത്തെ മൂത്രം, അതിനകത്ത് മെലാറ്റോണിൻ, സിറാറ്റോണിൻ എന്ന് പറയുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിന്, അത് ഊർജ്ജസ്വലത ഉണ്ടാകുന്നതിന്, പ്രതിരോധ ശക്തി ഉണ്ടാകുന്നതിന് സഹായകരമാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇത് 10 മില്ലി ലിറ്റർ, തുടക്കക്കാർ അത്രയും 10 മില്ലി ലിറ്ററിൻ്റെ കൂടെ 5 മില്ലി ലിറ്റർ തേനും കൂടെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായി നുണഞ്ഞ് നമുക്ക് ഒരു ഇക്കിളിയോടുകൂടി കഴിക്കാം. ഒരരുചിയും തോന്നത്തില്ല. രാവിലെ 10 ml, രാത്രി 10 ml, അങ്ങനെ ഒരാഴ്ച അത്തരത്തിൽ കഴിക്കാം. അത് കഴിഞ്ഞ ശേഷം കഴിക്കണമെന്ന് പറയുമ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മുടെ വാ പോലും ഒരിക്കലും വാ കഴുകരുതെന്നാണ് നിർദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ രാത്രി ഉറക്കത്തിൻ്റെ ഫലമായിട്ട് ധാരാളം പ്രീബയോട്ടിക് ബാക്ടീരിയ നമ്മളെ ഉമിനീരുമായിട്ട് ചേർന്ന് ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തന ഫലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മളെ വയറ്റിലേക്ക് ചെല്ലേണ്ടതാണ്. ചെന്നു കഴിഞ്ഞാൽ ഈ പ്രോബയോട്ടിക് ചെല്ലുക വഴി നമ്മൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല ആക്റ്റീവ് ആകും. അതുകൊണ്ട് വെറും വയറ്റിൽ എണീറ്റാൽ ഉടനെ ടോയ്ലറ്റിൽ പോയി ഇത് കഴിക്കുക. ഒരാഴ്ച 10 ml വെച്ച് കഴിക്കുക, രാവിലെയും രാത്രിയും. 2ാമത്തെ ആഴ്ച 25 ml ആക്കാം. എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പാണ്. അതെ, രാത്രി ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്യുമ്പോൾ പിന്നെ എടുക്കേണ്ടത് ഒരു പ്രത്യേകമുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. ശിവാംബു കൽപ്പവിധിയിൽ സ്വർണ്ണപാത്രം, വെള്ളിപ്പാത്രം, ഓടുപാത്രം, അത് കഴിഞ്ഞാൽ നമ്മൾ മൺകലങ്ങൾ, അത് കഴിഞ്ഞാൽ ചില്ല് ഗ്ലാസ്. ഒരിക്കലും PVC മെറ്റീരിയൽസുള്ള ഗ്ലാസ്സിനകത്ത് ഉപയോഗിക്കരുത്. അതിന് സ്റ്റീൽ മറ്റൊരു മാർക്കും ഇല്ലെങ്കിൽ, മറ്റൊന്നും ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉപയോഗിക്കാം, ഗ്ലാസ് ഉപയോഗിക്കാം. ഒരിക്കലും PVC പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിക്കരുത്. ഇതിലെടുക്കുക. എടുത്തതിന് ശേഷം കൃത്യമായി 10 ml ഒരു കണ്ടെയ്നറിൽ എടുത്തതിന് ശേഷം 5 ml തേനും കൂടെ ചേർത്ത് കഴിക്കാം. ഒരു അരുചിയില്ല. രാവിലെയും രാത്രി ഒരാഴ്ച കഴിഞ്ഞ് 25 ml ആക്കാം. 25 ml 2ാമത്തെ ആഴ്ച, 3ാമത്തെ ആഴ്ച 50 ml ആകാം, രാത്രി 50 ml ആകാം. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് 3ാമത്തെ ദിവസം മുതൽ അനുഭവം ഉണ്ടാകും. നല്ല സുഖകരമായ ഉറക്കം ഉണ്ടാകും, യൂറിനറി ടെൻഡൻസി കുറയും, അസാധാരണമായ ഊർജ്ജം നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും, പ്രതിരോധ പ്രവർത്തനം ശക്തമായി തുടങ്ങും. അല്ല, ഈ UT, അതായത് യൂറിൻ തെറാപ്പി എന്നൊരു വിഭാഗമാണ്. കാരണം ഇവിടെ പറഞ്ഞു കേട്ടതും ഈ സമ്മേളനത്തിൽ പലതും താങ്കൾ തന്നെ പറഞ്ഞതും ഇവിടെ പൊതുവെ പറഞ്ഞു കേട്ടതും യൂറിൻ തെറാപ്പിയെ കുറിച്ചാണ്. അതെ, എന്താണ് യൂറിൻ തെറാപ്പി, എന്താണ് യൂറിൻ ചികിത്സ, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? യൂറിൻ തെറാപ്പി എന്ന് പറയുന്നതാണ് യൂറിൻ ചികിത്സ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവുമാണ്. അതായത് ഇതൊരു ചികിത്സാ ശാസ്ത്രം എന്നതിൽ പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നൊരു സംസ്കാരമാണ്, അങ്ങനെ ചികിത്സാ ശാസ്ത്രമാണ് നിലവിലുള്ളത്. ഇതൊഴിച്ച് ബാക്കി എല്ലാ ചികിത്സാ ശാസ്ത്രങ്ങളും, പ്രകൃതി ജീവനോ ഒഴിച്ച്, ഇത് പ്രകൃതി ജീവനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ്. ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ മൂത്രപാനത്തോടൊപ്പം സാത്വിക ആഹാരത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. അത് സാത്വികമല്ലാത്ത ആഹാരങ്ങൾ, അത് നെഗറ്റീവ് ഫുഡ്, അതായത് പിന്നെ നമ്മൾ ആൽക്കലിൻ ഫുഡാണ് കഴിക്കേണ്ടത്, അസിഡിക് ഫുഡ്. അതിന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് വെജിറ്റേറിയൻ ആവുക, നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുക, സ്റ്റാർച്ചി ഫുഡ് കുറയ്ക്കുക, പാലിൻ്റെ പ്രോഡക്ട്സും നെയ്യ്, തൈര് ഒഴിച്ച് ബാക്കിയുള്ളത് ഒഴിവാക്കുക, ധാരാളം പച്ചക്കറികൾ കഴിക്കുക, പഴങ്ങൾ കഴിക്കുക, വ്യത്യസ്ത തരം ഡ്രൈ നട്ട്സ് ഉപയോഗിക്കുക, സീഡ്സ് ഉപയോഗിക്കുക, ജ്യൂസുകൾ ഉപയോഗിക്കുക. പിന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് തെറാപ്പികളുണ്ട്: നാച്ചുറോപ്പതി, സ്റ്റൈൽ ഓഫ് ഫുഡ്, അക്യുപഞ്ചർ, വാട്ടർ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, യോഗ തെറാപ്പി, സൂര്യയോഗ തെറാപ്പി. ഇത്രയും കൂടെ ചേർത്ത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഇത് 2 കൈ നീട്ടി സ്വീകരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ എല്ലാ മരുന്നുകളും ഒഴിവാക്കി എൻ്റെ അനുഭവത്തിലേക്ക് അവസാനം നമ്മൾ വരുന്നുണ്ട്. കേട്ടാൽ നിങ്ങൾക്ക് വിശ്വാസം തോന്നുകയില്ല. ദിവസം പല അസുഖങ്ങൾക്കായിട്ട് 13 മെഡിസിൻ ഉപയോഗിച്ച ആളാണ്. കൃത്യമായി 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാർഡിയോ മെഡിസിൻ ഒഴിച്ച് ബാക്കി എല്ലാം സ്റ്റോപ്പ് ചെയ്തു. കൃത്യം 6 മാസമാണ് അവർ നിർദ്ദേശിക്കുന്ന പൂർണ്ണ മാനസിക ശാരീരിക സൗഖ്യം വിത്തിൻ അവർ നിഷ്കർഷിച്ചനുസരിച്ച് കൃത്യമായി യൂറിൻ തെറാപ്പി വലിച്ച് 6 മാസം കൊണ്ട് സകല അസുഖങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകും. നമുക്കൊരു
ഒരു 10 അല്ലെ 20 വയസ്സ് ചെറുപ്പമായി അനുഭവപ്പെടും. നമ്മളെ ആക്ടിവിറ്റീസ് എല്ലാം വളരെ എനർജറ്റിക്കും വൈബ്രൻറ്റും ആകും. ഈ യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് ഉള്ളിൽ സേവിക്കുന്നത് മാത്രമാണോ അതോ ലേപനം ഈ ചികിത്സയുടെ ഭാഗമാണ്? അതെ, അത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഉള്ളിൽ സേവിക്കുക എന്നുള്ളത് ഇൻറ്റേർണൽ ഓർഗൻ നല്ല പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി. അത് മാത്രം പോരാ, ഫ്രഷ് യൂറിൻ കഴിക്കുമ്പോൾ അതിന് ലിമിറ്റേഷനുണ്ട്, സ്പീഡി റിക്കവറി കിട്ടില്ല. അതിനുവേണ്ടി ആചാര്യന്മാർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് പുറമേ മസാജ് ചെയ്യുക. അതായത് മസാജ് ചെയ്യുന്നതിന് നിഷ്കർഷിക്കുന്ന കഴിയുമെങ്കിൽ 7 ദിവസം പ്രായമുള്ള ഏജ്ഡ് യൂറിൻ 7 ദിവസം കിട്ടുന്നത് വരെ നമ്മൾ ആദ്യ ദിവസം തുടങ്ങുന്ന ഒരാൾ 10 ml എടുത്തു കഴിഞ്ഞാൽ ബാക്കി ധാരാളം ഏതാണ്ട് 1.5 ലിറ്ററോളം കിട്ടും. അത് ചില്ല് പാത്രത്തിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അതിൽ നിന്നൊരു 200 ml എടുത്ത് നിങ്ങൾ വൈകുന്നേരം, ക്രോണിക് ഡിസീസ് ഇല്ലാത്ത ആളുകൾ വൈകുന്നേരം ഇത് ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിക്കുക 3/4 മണിക്കൂർ. അത് കഴിഞ്ഞതിന് ശേഷം അത് ഡ്രൈ ആവുന്നതിന് 10 മിനിറ്റ് 15 മിനിറ്റ് അനുവദിക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കാം. കുളിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും സോപ്പ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും ഉപയോഗിക്കരുത്. നിർദ്ദേശിക്കുന്നത് പൊടിച്ച പയറ് പിന്നെ കടല മാവ് ഇത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? രോമ സുഷിരങ്ങളിൽ കൂടി ഇത് ശരീരം സ്വീകരിക്കുക, ശരീരം കുടിക്കുകയാണിത്. ഡയറക്റ്റായിട്ട് നമ്മളെ മിനിറ്റുകൾക്കുള്ളിൽ രക്തത്തിലേക്ക് ചെല്ലും. അത് യഥാർത്ഥ ശരീരം കുടിക്കുകയാണ്. പക്ഷേ ഏജ്ഡ് യൂറിൻ എന്ന് പറഞ്ഞ പ്രതിഭാസമുണ്ട്. അത് ഫ്രഷ് യൂറിനേക്കാൾ ഉയർന്ന പവർഫുൾ ആൻഡ് സൂപ്പർ സ്ട്രക്ചേർഡ് വാട്ടറാണ്, സ്വർണ്ണിമ ജലമാണ്. അതിലേക്ക് പിന്നെ നമുക്ക് പിന്നീട് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂറിൻ ലേപനം, ശരീരത്തിൽ ലേപനം ചെയ്യുന്നു, അതൊരു നല്ലൊരു ചികിത്സാ രീതിയാണെന്ന് പറയുന്നുണ്ട്. മസാജ്, യൂറിൻ മസാജിങ് എന്നാണ് അതിനെ പറയുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ അത് ത്വക്ക് രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാകും. ഏറ്റവും കൂടുതൽ പ്രയോജനം നമ്മൾ മാരകമായ മരുന്ന് കഴിക്കുക വഴി, അതിൻ്റെ പ്രതിപ്രവർത്തനം വഴി. ഞാനത് അനുഭവസ്ഥനാണ്. ശരീരം മുഴുവൻ അഗ്ലിയായി മാറി, വിരൂപമായി മാറി. മരുന്നുള്ള പാർശ്വഫലമായിട്ട് ഈ മരുന്ന് പുറന്തള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ തനിമ നഷ്ടപ്പെടും, മൃദുത്വം നഷ്ടപ്പെടും, ചെറിയ പരിക്കൾ പ്രത്യക്ഷപ്പെടും, വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടും. സോറിയാസിസ് എന്ന് പറയുന്ന അതാണ് കൂടുതൽ അനുഭവിക്കുന്നത്. അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. 10 ആളെ ഫേസ് ചെയ്യാൻ ഒക്കാത്ത സാഹചര്യം. എനിക്കൊരു അഗ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോട്ട് ഉണ്ടായിരുന്നു 12 മെഡിസിൻ കഴിക്കുക വഴി. പക്ഷേ നിർഭാഗ്യവശാൽ കേട്ടോ, സ്റ്റിറോയിഡ് മെഡിസിൻ റെക്കമെൻഡ് ചെയ്തു. അത് ഞാൻ ഉപയോഗിച്ചില്ല. ആ സമയത്താണ് ഒരു സുഹൃത്ത് യൂട്യൂബ് വീഡിയോയിൽ കൂടി ഞാൻ കണ്ടത്. അദ്ദേഹം പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിന് 5 വർഷം മരുന്ന് കഴിച്ചിരുന്ന ആൾ UT പുസ്തകം വായിച്ച് UTയിലേക്ക് വന്നു. അത് ഉപയോഗിച്ച് 3 മാസം കഴിഞ്ഞ് അദ്ദേഹം 5 വർഷം കൊണ്ട് ഉപയോഗിച്ച മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത്. അങ്ങനെയാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്ന. ആധികാരിക പുസ്തകം വരുത്തി ഞാൻ വായിച്ച് ഞാൻ അതിലേക്ക് കടന്നു. എൻ്റെ സ്കിൻ പ്രോബ്ലം 99% മാറി. അത് മസാജ് ചെയ്യുക വഴി ശരീരം ആഗിരണം ചെയ്യുമ്പോഴത്തേക്ക് ത്വക്ക് വളരെ മൃദുത്വമാകും. നമുക്ക് പ്രായം വളരെ കുറഞ്ഞതുപോലെ അനുഭവപ്പെടും. നമുക്ക് തന്നെ അഭിമാനം തോന്നും. മറ്റ് പല ഭാഗങ്ങളെ പോലെ സ്വാഭാവികമായിട്ടും സ്കിന്നിന് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ് UT അഥവാ യൂറിൻ തെറാപ്പി. സാർ നേരത്തെ പറഞ്ഞു ഈ ഫ്രഷ് യൂറിൻ ആൻഡ് ഏജ്ഡ് യൂറിൻ എന്ന്. അതെ, രണ്ടും തമ്മിൽ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട്. ഓക്കെ. ഫ്രഷ് യൂറിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് നമ്മൾ മൂത്രം മുട്ടുമ്പോൾ ജലസംഭരണി നിറയുമ്പോൾ നമ്മൾ യൂറിനറി ബ്ലാഡർ നിറയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. ഉടനെ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകും. ഈ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഇത് നമ്മൾ വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോയി അവിടെ ബാത്റൂമിൽ വൃത്തിയായി വളരെ ഹൈജീനിക് ആയിരിക്കണം. ഈ ഓരോ ദിവസവും ഇതെടുക്കുന്ന പാത്രം നമ്മൾ കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി വെച്ചേക്കണം. വളരെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യേണ്ട, വളരെ ദൈവികമായ അച്ചടക്കത്തോടെ സമർപ്പണത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ചികിത്സാ ശാസ്ത്രമാണ്. മറ്റ് മെഡിസിൻ പോലെയല്ല. അപ്പോൾ അത് ഫ്രഷ് പുതിയ യൂറിൻ എടുത്ത് നമ്മൾ അപ്പോഴ് തന്നെ കഴിക്കേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായ ശിവാംബു കൽപ്പവിധിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. 3 മന്ത്രങ്ങളോടുകൂടിയാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടതും. കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട 3 മന്ത്രങ്ങളുണ്ട്. അതുകൂടി സാന്ദർഭികമായി എന്ന് പറയുകയാണ്. ശിവാംബു കൽപ്പവിധിയിൽ 46-47 ശ്ലോകങ്ങളിൽ പറയുന്ന 3 മന്ത്രങ്ങൾ. മൂത്രം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഗ്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് സർവസൃഷ്ടി പ്രഭവ രുദ്രായ നമഃ. ഇത് പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതായത് സർവസൃഷ്ടികളുടെയും പ്രണേതാവായ രുദ്ര ഭഗവാനെ എൻ്റെ പ്രണാമം, മൈ സല്യൂട്ടേഷൻസ് ടു രുദ്ര ഭഗവാന്റെ സാത്വിക ഭാവമാണ്. ഇതെടുത്തതിന് ശേഷം നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് തൊഴുകൈയോടെ മൂത്രം കയ്യിലെടുത്ത് വെച്ച് ഒരു മന്ത്രമുണ്ട്. ഓം ഹ്രീം ക്ലീം ഭൈരവായ നമഃ. ഭൈരവായ നമഃ എന്ന സല്യൂട്ടേഷൻസ് ടു കാലഭൈരവ. ഇറ്റ് മീൻസ് അത് ഡിസ്ട്രക്റ്റീവ് ഡെഡ്ലി ഫോം ഓഫ് ശിവ, താമസ ഗുണം ഉള്ള ഭഗവാനെ പ്രണമിക്കണം. എല്ലാ നെഗറ്റിവിസ്റ്റ് ഇല്ലാതാക്കണം എന്ന് അഭ്യർത്ഥിച്ചതിന് ശേഷം നമ്മളിത് പാനം ചെയ്യുമ്പോൾ അവസാനം വരെ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ്
ഓം ശ്രീം ക്ലീം ഉദ്ധമനേശ്വരായ നമ. അതായത് ഭഗവാന്റെ രജോഭാവം എല്ലാ അസുഖങ്ങളെയും ശമിപ്പിക്കുന്ന, എല്ലാ നെഗറ്റിവിറ്റീസിനെ ഇല്ലാതാക്കുന്ന, അമൃതന് സമാനമായ എൻ്റെ സത്വമായ ആത്മാവായ ജീവൻ പോലെ പ്രാണൻ പോലെ പ്രകൃതി വരദാനമായിട്ട് തന്നത് ഞാൻ പൂജിക്കുകയാണത്. ആ കുടിച്ച് തീരുന്നതില്ല. കുടിക്കുമ്പോൾ ഒരു പ്രോട്ടോക്കോളുണ്ട്. വെള്ളം കുടിക്കുന്നത് പോലെ ചായ കുടിക്കുന്ന പോലെ അല്ല കഴിക്കേണ്ടത്. പരമാവധി സമയം എടുത്ത് ഒരേ സമയം 5 ml വായ്ക്കകത്തെടുത്ത് ഒരു 5 സെക്കൻഡ് വരെ ശരിക്കൊന്ന് ഉലുക്കൊഴിഞ്ഞതിന് ശേഷം തൊണ്ടയിൽ 1 സെക്കൻഡ് നിർത്തിയതിന് ശേഷം മെല്ലെ തഴുകി തലോടി നമുക്കൊരു ഇക്കിളി അനുഭവപ്പെടും. അങ്ങനെ നമ്മളെ കണ്ടു അന്നനാളവും അറിഞ്ഞ് സംവദിച്ച് ഉള്ളിലേക്ക് ചെല്ലുക. അപ്പം ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എൻസൈം ഒന്ന് കരൾ വിടണ്ട, നേരിട്ട് ഇത് നമ്മൾ ആമാശയത്തിൽ തന്നെ ഡയറക്റ്റ് ചെറുകുടലിലേക്ക് വന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുകയാണ്. അത്ഭുതകരമായ സ്പീഡി ഹീലിംഗ് പ്രോസസ്സാണ് നടക്കുന്നത് ആ സമയത്ത്. താങ്കൾ ഈ രാവിലെയുള്ള, അതായത് നമ്മൾ ഉറക്കഴിച്ചാൽ ഉടനെ തന്നെ ആ മൂത്രം എടുക്കാതെ ആദ്യം കുടിച്ചു തുടങ്ങുന്നവർ ഒരു 10 മില്ലി ആദ്യം എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അതെ. അപ്പോൾ ആ മൂത്രം എടുക്കേണ്ട രീതി എങ്ങനെയാണ്? അതായത് നമ്മൾ ഉറക്കമൊഴിച്ച് വന്ന് മൂത്രമൊഴിക്കുമ്പോൾ ആദ്യം വരുന്ന മൂത്രം അത് കളഞ്ഞിട്ട് അതിൻ്റെ മിഡിൽ നിന്നുള്ള മൂത്രഭാഗമാണ് എടുക്കേണ്ടത്, അതോ അതിൻ്റെ എൻഡിലുള്ള ഭാഗമാണ്? ഏത് ഭാഗമാണ്? പറഞ്ഞുതരാം. അതിൻ്റെ നിഷ്കർഷം അതിലേക്ക് വരികയാണ്. അതായത് നമ്മൾ ഒരു പാമ്പിൻ്റെ തലയും വാലും വിഷമയമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മണിക്കൂറിലോളം തങ്ങിയിരിക്കുന്ന ആ മൂത്രത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന മിനിമം ഒരു 15 to 25 ഡ്രോപ്സ് അതിനകത്ത് ബാക്ടീരിയകൾ പെരുകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് അല്പം അശുദ്ധിയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. ഒരു 15 മുതൽ 25 തുള്ളി, അത് അളന്നൊന്നും വേണ്ട, കുറച്ച് ഏതാണ്ട് 1 സെക്കൻഡോ 2 സെക്കൻഡുള്ള കളഞ്ഞതിന് ശേഷം മിഡിൽ സ്ട്രീം മധ്യഭാഗം എടുക്കുക. അവസാനം തീരാറാവുന്ന കുറച്ച് ഭാഗം ഒഴിവാക്കുക, അതും കളയാക്കുക. ബാക്കി ഇത്ര എടുക്കുമ്പോഴത്തേക്കും പക്ക പ്യുവറാണ്. അതാണ് എടുത്ത് കഴിച്ച് തുടങ്ങേണ്ടത്. അസുഖം ഇല്ലാത്ത ആളുകൾ രാവിലെയും രാത്രി ഉപയോഗിച്ചാൽ മതി. ഗ്രാജുവലായിട്ട് അവർക്ക് കൂട്ടാം. അസുഖമുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു ദിവസം 5 മുതൽ 6 പ്രാവശ്യം നമ്മൾ മൂത്രം ഒഴിക്കും. ആ മൂത്രം ഒഴിക്കുന്ന സമയം മുഴുവനുള്ള മൂത്രത്തിൻ്റെ പരമാവധി ഗ്രാജുവലായിട്ട് അസുഖമുള്ള ആൾ കൂട്ടി ഒരു സമയം 200 ml വരെ മാക്സിമം കഴിക്കാം. ഞാൻ ഒരു ദിവസം 5 പ്രാവശ്യം അല്ലെങ്കിൽ 6 പ്രാവശ്യം 200 ml ആണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ശരാശരി 1 ലിറ്റർ മുതൽ 1.25 ലിറ്റർ മൂത്രം ഞാൻ കഴിഞ്ഞ 10 മാസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ഇതിൻ്റെ ഹയർ സ്റ്റേജായ ഹൈ മെഡിസിനൽ പവറായ ഏജ്ഡ് യൂറിൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യം തുടങ്ങി 3 മാസത്തിന് ശേഷം ഇപ്പോൾ 7 മാസം ഉപയോഗിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളാണ്, ഹീലിംഗ് ക്രൈസിസാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അതേക്കുറിച്ച് പിന്നീട് പറയാം. അല്ല, ഈ മൂത്രം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഇപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒരാള് രാത്രി ഒരു 10 മണിക്ക് അല്ലെങ്കിൽ 10:30 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ പുലർച്ചെ ഒരു 5:30 മണി അല്ലെങ്കിൽ 6 മണിക്ക് ഉണരും. പക്ഷെ ഇടയ്ക്ക് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോകുന്ന ചിലരുടെ ശീലങ്ങളുണ്ട്. അത് ചിലപ്പോ ചില രോഗങ്ങളുള്ളത് കൊണ്ടും ഇടയ്ക്ക് ധാരാളം ഈ അലോപ്പതി ഗുളിക കഴിക്കുന്നതൊക്കെ ആയിരിക്കും അത് അങ്ങനെ ടെൻഡൻസി ഉണ്ടാവുന്നു. അങ്ങനെയുള്ളവരുടെ മൂത്രം നമ്മൾ ഇടയ്ക്ക് ഒരു രാത്രി 2 നേരം എഴിച്ചിട്ട് മൂത്രം ഒഴിക്കുന്നവര് രാവിലെ ഉണരുമ്പോൾ എടുക്കുന്ന മൂത്രം എടുക്കുമ്പോൾ അതിന് ഔഷധ മൂല്യം കുറയുമോ അതോ അതങ്ങനെ ഉണ്ടാകുമോ? സാധാരണഗതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടുന്നതിനെ തുടർന്ന് കിട്ടുന്ന മൂത്രത്തിനാണ് മെലാറ്റോണിൻ സിറാറ്റോണിനും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ അതിൻ്റെ അളവ് അല്പം കുറയുമെന്നേ ഉള്ളൂ. ഔഷധ ഗുണത്തിന് കാര്യമായ കുറവ് വരാറില്ല. ഡയബറ്റീസ് ഉള്ള ആളുകളും മറ്റു പലരും വെള്ളം 5 മണിക്ക് ശേഷം അധികം കഴിക്കാതെ ചെന്നാൽ നമുക്ക് ഇടയ്ക്ക് യൂറിനറി ബ്രേക്ക് ഒഴിവാക്കാൻ കഴിയും. ആ സമയത്ത് സാധാരണഗതിയിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ദാഹം ഉണ്ടാകുമ്പോൾ രാത്രിയിലത്തെ ആ യൂറിൻ എടുത്ത് അതിൽ നിന്ന് ഒരു സാധാരണഗതിയിൽ പരമാവധി വന്നാൽ ഒരു 50 ml വരെ ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അത് പിന്നെയും യൂറിൻ ബ്രേക്കിന് കാരണമാകും. ബാക്കിയുള്ള സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്തുള്ള മൂത്രത്തിൻ്റെ അളവ് കുറവ് അത് കഴിച്ചിട്ട് അതിനോടൊപ്പം നേരത്തെ 2 മണിക്കൂറിനും 3 മണിക്കൂറിന് മുമ്പ് മിഡ് നൈറ്റിൽ ഉപയോഗിച്ച് ബാക്കി വെച്ചേക്കുന്നതോടെ ഉപയോഗിക്കാം. 200 ml വരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ബാക്കിയുള്ളത് ഏജ്ഡ് യൂറിന് വേണ്ടി സുരക്ഷിതമായിട്ട് മാറ്റിവെക്കാം. പൊതുവിൽ നമ്മൾ മനുഷ്യന് ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട്. അതെ. ഒരാള് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ ഒക്കെ ഒരു ദിവസം കുടിക്കണം എന്നൊക്കെ ചില നിർദ്ദേശങ്ങൾ കേൾക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂത്ര ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ, യൂറിൻ തെറാപ്പി തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ പറയുന്ന 2.5 ലിറ്റർ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതുണ്ടോ?
കുടിക്കണം. കാരണം സാധാരണഗതിയിൽ 3 ലിറ്റർ, അതായത് 15 ഗ്ലാസ് വെള്ളം ഒരു ദിവസം നിർബന്ധമായിട്ട് കഴിക്കണം. അതിൽ ഒരുപക്ഷെ 1 ലിറ്റർ ഞങ്ങളെപ്പോലെ പ്രൊഫഷണൽ കുടിയന്മാരിൽ ഒരു ദിവസം 1 ലിറ്ററോ 1.25 ലിറ്ററേ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള 3 ലിറ്ററിന് ആവശ്യമായ 9-10 ഗ്ലാസ് അല്ലെ 7-8 ഗ്ലാസ് നിർബന്ധമായിട്ടും പ്യുവറായിട്ടുള്ള പച്ചവെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അതിന് നിർദ്ദേശിക്കുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അത് ഡെഡ് വാട്ടറാണ്. കിണറിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് ശുദ്ധമായ ജലം. അത് കിട്ടാത്ത ആളുകൾ, പൈപ്പ് വഴി കിട്ടുന്ന ആളുകൾ അത് മൺകലത്തിലെടുത്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ അരിക്കൽ പ്രക്രിയയിലൂടെ എടുത്ത് ഉപയോഗിക്കാൻ നിർബന്ധമായിട്ട്. തിളപ്പിച്ചാറ്റിയ വൈറസ് ബാക്ടീരിയ ഉണ്ടെന്നാണ് ആൾ പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. പക്ഷേ അത് ഡെഡാണ്. അതിനകത്ത് പ്രീ ബാക്ടീരിയ, പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഗട്ടിന് അത് വളരെ ഗട്ട് ഫ്രണ്ട്ലിയാണ്, ഇൻറ്റസ്റ്റൈൻ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ അത് പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. പ്രകൃതി ജീവനത്തെ പ്രത്യേകം സംസ്കരിക്കുന്നുണ്ട്. ഒരു ദോഷവുമില്ല. പക്ഷേ 5 മണിക്ക് മുമ്പ് നിങ്ങൾ പച്ചവെള്ളം കൂടി നിർത്തണം. 6 മണി വരെ പരമാവധി മൂത്രം കഴിക്കാം. അത് കഴിഞ്ഞ് വെള്ളം കൂടി പാടില്ല. രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡാണ്. യൂറിൻ ചികിത്സയിലൂടെ പൂർണ്ണ ആരോഗ്യം കിട്ടണമെങ്കിൽ പാലിക്കേണ്ട ചില ആഹാരക്രമങ്ങളുണ്ട്. അതുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ചോദ്യത്തിനനുസരിച്ച് തീർച്ചയായിട്ടും ഈ മൂത്ര ചികിത്സ തോന്നുന്നവർ ഒരു മൂത്ര ഉപാസകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ 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 അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മൂത്ര ഉപാസകൻ എന്തൊക്കെ ആഹാരക്രമമാണ് പാലിക്കേണ്ടത്? തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിലൂടെ പറയാം. വീട്ടിലെ പരിമിതി അനുസരിച്ച് കൈ കിട്ടുന്നതൊക്കെ കഴിക്കുന്ന രീതിയാണ്. കാരണം കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 65 വയസ്സായിരുന്നപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി വന്നു. അതേ തുടർന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു. എല്ലാ അസുഖങ്ങളും അവിടുത്തെ ചികിത്സയായിട്ട് 1 മാസത്തെ ചികിത്സയിൽ കിട്ടി. 12ഓളം മെഡിസിൻ നിർദ്ദേശിക്കപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. അവസാനം സ്റ്റിറോയിഡ് മെഡിസിൻ എൻ്റെ സ്കിൻ പ്രോബ്ലത്തിന് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ 1-2 വർഷം കൂടെ മാക്സിമം ജീവിച്ചിരിക്കുന്ന നിസ്സഹായനായി. അങ്ങനെ ഞാൻ ആചാര്യൻ എന്ന രീതിയിൽ മൂലമന്ത്രങ്ങൾ, ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലുന്ന ആളാണ്. ശിവഭഗവാനെ ഉപാസിക്കുകയാണ്. മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഉപാസകനാണ്. ആ പവർഫുൾ ഡിവോഷൻ കൊണ്ട് എനിക്കൊരു അനുഗ്രഹം കിട്ടിയാണ്. അങ്ങനെ യൂറിൻ ചികിത്സയെക്കുറിച്ചുള്ള അറിവ് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ പ്രാമാണിക ഗ്രന്ഥം, കേരളത്തിൽ ധാരാളം പുസ്തകങ്ങൾ 86 മുതൽ മൂത്ര ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഡസൻ കണക്കിന് പുസ്തകം മാർക്കറ്റിൽ ലഭ്യമാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. ഒരു പുസ്തകം 222 പേജുള്ള യൂറിൻ തെറാപ്പി എന്ന പുസ്തകം 2 ദിവസം കൊണ്ട് വായിച്ചു കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഞാൻ അതിലേക്ക് വന്നു. അതിനകത്തെല്ലാം പറയാം. സാത്വിക ഭക്ഷണത്തിലേക്ക് പോകണം. യൂറിൻ വഴി നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. ഫ്രഷ് യൂറിൻ കഴിക്കുക വഴി അതിനെ അതിജീവിക്കണമെങ്കിൽ ഹെവൻലി നെക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന, അമൃത് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ശിവാമ്പു കൽപ്പവൃതി പറയുന്നത്. അത് ശുദ്ധീകരിതമാകണമെങ്കിൽ അകത്തേക്ക് കടത്തിവിടുന്ന വസ്തുക്കൾ വിഷമയമാകരുത്, സാത്വിക ആഹാരം ആയിരിക്കണം. ബേസിക്കലി പറഞ്ഞാൽ മാൻ ഈസ് ബേസിക്കലി ഫ്രൂട്ടേറിയനും പഴഭോജിയാണ്. അങ്ങനെയാണ് നമ്മളെ സൃഷ്ടി, മനുഷ്യ സൃഷ്ടി. നമ്മളെ വാ മുതൽ ഗുദം വരെയുള്ള ഭാഗങ്ങൾ 25 മീറ്ററുണ്ട്. മൃഗങ്ങൾക്ക് 6 മീറ്ററേ ഉള്ളൂ. ഡൈജഷൻ്റെ 50% നമുക്ക് വായിൽ നടക്കുന്നത്. ആഹാരം കഴിക്കുന്നതിന്, തിരഞ്ഞെടുക്കുന്നതിന് പഴങ്ങളും പച്ചക്കറിയാണ് സാത്വികമായ ആഹാരം. ഞാൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടത് ആഹാരത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അരിയും ഗോതമ്പും നിർത്തി, നോൺ വെജിറ്റേറിയൻ ഫുഡ് നിർത്തി, പാലിൻ്റെ പ്രോഡക്ട്സും നെയ്യും തൈരും ഒഴിച്ച് ബാക്കിയെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അത്തരം ആഹാരത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ മൂത്രം വളരെ പവിത്രമായി. അതിന് സാധാരണഗതിയിൽ അതിനൊരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഉപ്പും പുളിയും കലർന്ന ഒരു ടേസ്റ്റാണ്. പക്ഷേ സാത്വിക ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് കരിക്കൻ വെള്ളത്തിനകത്ത് നേരിയ ഉപ്പിട്ടാൽ എങ്ങനെ ഇരിക്കും? അതാണ് സാത്വികമായ ആഹാരം കഴിക്കുന്നതിന് മൂത്രത്തിൻ്റെ ക്വാളിറ്റി. അല്ല, ഞാൻ താങ്കൾ പറഞ്ഞ് ചോറ്, അതായത് അരി കൂടുതൽ കഴിക്കരുതാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രയോഗം തന്നെ ഉണ്ട്, അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളി എന്ന് പൊതുവെ പറയാം. തീർച്ചയായിട്ടും നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണ്, നമ്മൾ ശീലിച്ചവരാണ്. അപ്പൊ ചോറ് എന്ന് പറയുന്നത് നമ്മൾ 3 നേരവും വേണ്ടി വന്നാൽ ചോറ് കഴിക്കുന്നവരാണ്. ചിലപ്പോൾ അരിയാഹാരം, രാവിലെ പലഹാരം, അരി കൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, രാത്രിയും ചോറ് കഴിക്കും. അപ്പൊ അങ്ങനെ അരി നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് മലയാളിക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ അരി ആഹാരം കഴിക്കരുത്, ചോറ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പ്രായോഗികമാവും നമ്മുടെ മലയാള സമൂഹം? നല്ലൊരു ചോദ്യമാണ്. പക്ഷേ കേരളം രോഗാതുരമായ ഡയബറ്റിക്കിൻ്റെ, ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഇന്ത്യയിലെ തലസ്ഥാന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ കഴിക്കുന്ന തെറ്റായ ആഹാരം, റോങ് ഫുഡ്. ബേസിക്കൽ ഞങ്ങളെ പഠനത്തിൽ സാർവദേശീയമായിട്ട് കണ്ടെത്തിയ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ, റോങ് ഫുഡ് ലീഡ്സ് ടു IIT. നിങ്ങൾ ആരും ഇതുവരെ കേൾക്കാത്തൊരു പ്രയോഗമാണ്. തെറ്റായ ആഹാരം നമ്മൾ IITയിലേക്ക് നയിക്കും. IIT എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ ആൻഡ് ടോക്സിമിയ. ഇതിൻ്റെ പ്രധാന കാരണം സ്റ്റാർച്ചി ഫുഡ്. വൈകിയാണെങ്കിലും ഡയറ്റീഷ്യന്മാരും മറ്റേ ഫിസിഷ്യന്മാരും പറഞ്ഞു തുടങ്ങി
കാരണം തെറ്റായ ആഹാരം, സ്റ്റാർച്ചി ഫുഡ്, കാർബോഹൈഡ്രേറ്റിൻ്റെ ബാഹുല്യം കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അത് പിന്നെ ഇൻഫെക്ഷനായി മാറുന്നു, ടോക്സിമിയായി മാറുന്നു. അതിന് മാർഗം ശരീരത്തിൽ 50% 20% കാർബോഹൈഡ്രേറ്റ് മതി. അതിന് അടിയന്തരമായിട്ട് നമ്മൾ നിർത്തേണ്ട ഗോതമ്പാണ്. അത് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്, ടോക്സിക്കാണ്, അത് സ്റ്റോപ്പ് ചെയ്യണം. അരിക്കകത്ത് മട്ടൻ അരി എന്ന് പറഞ്ഞാൽ തവിടുള്ള അരി പരിമിതമായ രീതിയിൽ നിങ്ങൾക്ക് 1 നേരമോ 2 നേരമോ മിതമായ അളവിൽ കഴിക്കാം. പകരം മലക്കറികളും പഴങ്ങളും നട്ട്സും സീഡ്സും ജ്യൂസുമായിട്ട് നിങ്ങൾക്ക് സാത്വിക ആഹാരത്തിലേക്ക് വന്ന് യൂറിൻ തെറാപ്പിയുടെ ഗുണഭോക്താക്കാൻ കഴിയണം. അല്ല, അത് മാത്രമാണോ നമ്മുടെ മറ്റ് ആഹാരങ്ങൾ? ഇപ്പം ചോറ് കഴിക്കണ്ട എന്ന് പറയുമ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഏതെങ്കിലും ആഹാരം കഴിക്കണം? ഉണ്ട്. ഭാഗ്യവശാൽ ഇന്ത്യയുടെ നിർദ്ദേശം ലോകത്തുള്ള 160 രാജ്യങ്ങൾ അംഗീകരിച്ചതിൻ്റെ ഫലമായി മില്ലറ്റ് വർഷമായിട്ട് UN പ്രഖ്യാപിച്ചു. ഈ വർഷം മില്ലറ്റ് വർഷം. ചെറുധാന്യങ്ങൾ, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ചെറുധാന്യങ്ങൾ നെറ്റിൽ കൂടിയുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ധാരാളം ചെറുധാന്യങ്ങളുണ്ട്. 10 ചെറുധാന്യങ്ങളുണ്ട്, 5 ചെറുധാന്യങ്ങൾ എല്ലാ മാർക്കറ്റിലും ലഭ്യമാണ്. അതായത് റാഗി, തിന, ശാമേരി, ബാണ്ടിയാട്, പ്രോഡോ, കോസോ, പേൾ തുടങ്ങിയുള്ള മില്ലറ്റ്സ്. ഇതിനകത്ത് അരിയും ചോറിനുള്ളതിനൊക്കെ 10 ഇരട്ടി കാൽഷ്യം ഉണ്ട്, 5 ഇരട്ടി പ്രോട്ടീനുണ്ട്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ്, 50% താഴെയാണ്. അരിയും ഗോതമ്പിലും 75 to 80% ഉണ്ട്. അത് ഷൂട്ട് ഔട്ട് ചെയ്യും ഷുഗർ. ഇത് കഴിച്ചാൽ ഷുഗർ റിലീസാണ്. ഇതിന് പകരം അതാണ്. പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാം. പകരം നമുക്ക് നട്ട്സുകൾ വഴി, തേങ്ങ വഴി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ധാരാളം സീഡ്സ് ഉപയോഗിച്ച് ജ്യൂസുകളും കഴിച്ച് റാ വെജിറ്റബിൾസും കഴിച്ച് സാത്വികമായ ജീവിതം അനായാസേന നടക്കും. നമ്മുടെ ശരീരം വളരെ എനർജറ്റിക് ആവും. എൻ്റെ അനുഭവമാണ്. യൂറിൻ തെറാപ്പിയിലുള്ള ആളുകളെല്ലാം ഇത് ഫോളോ ചെയ്യുന്നവരാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിപ്പോൾ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇപ്പോൾ ഇടയ്ക്ക് ഒരു തേങ്ങ കഴിക്കണം എന്ന് പറഞ്ഞാൽ തേങ്ങ എന്ന ഒരു പ്രയോഗം, അതായത് തേങ്ങ ഒരു പ്രധാന ആഹാരമാക്കണം എന്ന തരത്തിലാണ് താങ്കൾ പറഞ്ഞത്. അതെ. അങ്ങനെയാണെങ്കിൽ തേങ്ങ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ കഴിക്കുന്നത്? മാത്രമല്ല, ഈ തേങ്ങ പൊതുവിൽ തേങ്ങയെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് എണ്ണ ചേർന്ന ആഹാരങ്ങൾ കഴിക്കും, കൊളസ്ട്രോൾ ഉണ്ടാക്കും, അത് എണ്ണ വർജിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ അലോപ്പതി ഡോക്ടർമാർ പല രോഗികളെയും ഉപദേശിക്കാറുണ്ട്. നിങ്ങൾ എണ്ണ പലഹാരങ്ങളും എണ്ണ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം, അത് ഓയിലിംഗ് ആഹാരങ്ങളെല്ലാം ഒഴിവാക്കണം, അതുകൊണ്ട് തേങ്ങ വെളിച്ചെണ്ണ പാടില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ പറയാറുണ്ട്. അതിലെത്രമാത്രം സത്യമുണ്ട്? തേങ്ങ വെളിച്ചെണ്ണ അത്ര അപകടകാരിയാണോ? ഈ തേങ്ങ എന്ന് പറയുന്നത് അത്ര അപകടകാരിയാണോ? വളരെ തെറ്റായ ധാരണയാണ്. പരമ്പരാഗതമായിട്ട് ആൾ വിശ്വസിച്ച് വരുന്നു, പ്രചാരം നേടി വരുന്നു. പക്ഷെ അത് ടോട്ടലി തെറ്റാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, തമിഴ്നാട്ടിൽ ഒരു ആശ്രമം, ഒരു ഗ്രാമം തന്നെയുണ്ട്. 3 നേരം തേങ്ങയും പച്ച മലക്കറികളും മാത്രം കഴിക്കുന്നു. അവിടെ ഡോക്ടറില്ല, ചികിത്സാലയങ്ങളില്ല, രോഗികളില്ല. അത്ഭുതകരമായ ചികിത്സയാണ്. ആരോഗ്യ മാസികയിൽ എൻ്റെ വിശദാംശം 15 വർഷത്തിന് മുമ്പ് വന്ന് ഞാൻ വായിച്ചതാണ്. അറിയുക, ശ്രദ്ധിക്കുക. മനുഷ്യന് വരദാനമായിട്ട് കിട്ടിയ 365 ദിവസം കിട്ടുന്ന ഒരു ഫലമാണ് തേങ്ങയിൽ നിന്ന് വരുന്ന വെളിച്ചെണ്ണയിലും. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തേങ്ങയെക്കുറിച്ച് നിങ്ങൾ തെറ്റായ ധാരണ വരാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന റിഫൈൻഡ് വെളിച്ചെണ്ണ, കേര തുടങ്ങിയുള്ള ബ്രാൻഡിൽ കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആധികാരികമായി പറയുന്നത്, കാരണം ഉണക്കിയെടുത്ത് കൊപ്രായിട്ട് 40 മുതൽ 60 കെമിക്കൽസ് ചേർത്ത് ഉയർന്ന അളവിൽ ചൂടാക്കി സംസ്കരിച്ചെടുക്കുന്നതാണ് വില കുറച്ച് നമുക്ക് കിട്ടുന്നത്. അത് മാരകമാണ്, സാച്ചുറേറ്റഡ് ഫാറ്റാണ്, കൊളസ്ട്രോൾ കൂടും, ഒരു സംശയമില്ല. അതിന് പകരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദിവ്യമാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഉരുക്കോയിൽ. അതായത് തേങ്ങാപ്പാലിൽ നിന്ന് തണുത്ത കാലാവസ്ഥയിൽ സംസ്കരിച്ച് മെഷീൻ വഴി പ്യൂറാക്കി മാർക്കറ്റിൽ കിട്ടുന്ന അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അതിനകത്ത് സോഡിയം ലോറിക് ആസിഡ്, മോണോസോറിയ ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽസ് ഉണ്ട്. അത് നമ്മളെ വയറ്റിൽ ചെന്നാൽ ലോറിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കായിട്ട് മാറും. അത് നമ്മളെ ഗട്ട് ഫ്രണ്ട്ലിയാണ്, ഇൻറ്റസ്റ്റൈൻ ഫ്രണ്ട്ലിയാണ്, ബ്രെയിൻ ഫ്രണ്ട്ലിയാണ്, ഹാർട്ട് ഫ്രണ്ട്ലിയാണ്. കൊളസ്ട്രോളിനെ അടിച്ച് തുരത്തി പുറത്തേക്ക് കൊണ്ടുപോകും. എല്ലാവരും ഉരുക്ക് വെളിച്ചെണ്ണയിലേക്ക് വരണം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷേ സാധാരണക്കാർക്കോട് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല. വെളിച്ചെണ്ണ 150 രൂപയ്ക്ക് റേഷൻ കടയിൽ നിന്ന്, അല്ലെന്നുണ്ടെങ്കിൽ മാവേലി സ്റ്റോറിൽ നിന്ന് നമുക്ക് 100 രൂപയ്ക്ക് താഴെ പെർ kg കിട്ടുമ്പോൾ ഇതിൻ്റെ വില 750-800 ഇടയ്ക്കാണ്. പക്ഷേ ഇത് നമ്മളെ ശരീരത്തിൽ നമ്മളെ കോഗ്നിറ്റീവ് ഫങ്ഷനിൽ ഏറെ സഹായിക്കുന്ന കൈനറ്റിക് ഇന്ധനമായി ഇത് മാറുന്നു. നമ്മളെ കോശങ്ങളിലെ മൈറ്റോകാൻഡ്രിയ, മെഡിക്കൽ ശാസ്ത്രത്തിൽ പറഞ്ഞ ഇറ്റ്സ് എ പവർ ഹൗസ് ഓഫ് നമ്മളെ ടിഷ്യൂസ് ആൻഡ് സെൽസ്. അസാധാരണമായ മെഡിറ്റേറ്റീവ് ഗുണമാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക്. മറ്റൊന്ന് പറയാം, ഞാൻ സാധാരണ അടിവരയിട്ട് പറയാനുള്ളത്, ഒരു ജീവികളുടെയും പാല് നമുക്ക് മനുഷ്യ ശരീരം ഉൾക്കൊള്ളത്തില്ല.
പശുവിൻ്റെ ആയാലും എരുമയുടെ ആയാലും പാലിൻ്റെ ആയാലും പകരം അതുകൊണ്ടാണ് വെളുത്ത വിഷം എന്ന് പറയുന്നത്. അതിന് പകരം ഞാൻ നിർദ്ദേശിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ലോകത്തെ ഏറ്റവും പവിത്രമായ പാൽ തേങ്ങാപ്പാലാണ്. തേങ്ങ ചുരണ്ടി അത് പച്ചവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് മിക്സിയിൽ കൂടി സംസ്കരിച്ചെടുത്ത് അത് ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിനകത്ത് ലേശം ആൻറ്റിബയോട്ടിക് സ്പൈസായ മഞ്ഞൾ ചേർത്ത് 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കഴിച്ചാൽ അസാധാരണ സ്വാദിഷ്ടമായ മഞ്ഞൾപ്പൊടി. അത് ഒരിക്കലും കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കരുത്. അസംസ്കൃത മഞ്ഞൾ മേടിച്ച് കഴുകി ഉണക്കി വൃത്തിയായി പൊടിച്ചെടുത്ത് നമ്മളിതിനെ സംസ്കരിക്കുന്ന ഒരു ദിവസം 1/2 ടീസ്പൂൺ മഞ്ഞൾ പല സമയങ്ങളിലായിട്ട് ജ്യൂസിലും ഈ പാലിനും ചേർത്ത് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലണം. അതിനകത്ത് ഒരുപാട് സഹായകരമായ ഔഷധ ഗുണങ്ങളുണ്ട്. ഞാനത് സ്ഥിരമായിട്ട് പാൽ കുടിക്കുന്ന ആളാണ്. മറ്റൊരു കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കൊടുത്ത് വളർത്തണം. അസാധാരണമായ മോണോലോറിൻ എന്ന് പറയുന്ന ആസിഡുണ്ട്, ആൻറ്റിബയോട്ടിക് ആസിഡല്ല ആൻറ്റിബയോട്ടിക്. അത് വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ആഹാരത്തെ കൂടി തെറ്റായി അറിയാതെ ചെല്ലുന്ന എല്ലാ വിഷമയങ്ങളെ ഡീടോക്സിഫൈ ചെയ്യും. അത്ഭുതകരമായ അറിവാണ്. ഈ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയണം, തേങ്ങാപ്പാൽ എങ്ങനെയാണ് നമ്മൾ കുടിക്കേണ്ടത്? തേങ്ങാപ്പാൽ സോ സിമ്പിൾ. കാരണം അമ്മയുടെ പാല് പോലെ അത് കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് വരെ കിട്ടത്തുള്ളൂ, അത് കഴിഞ്ഞ് കിട്ടത്തില്ല. പ്രകൃതിയിൽ 2 സോഴ്സിൽ കൂടിയ കുട്ടികൾ, ഒന്ന് കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കിട്ടും, രണ്ടാമത് തേങ്ങയിൽ നിന്ന് ചിരവിയെടുക്കുന്ന പച്ച തേങ്ങ. അത് നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് മിക്സിയിലടിച്ചോ പിഴിഞ്ഞോ 2-3 പ്രാവശ്യം എടുത്ത് അരിച്ചെടുക്കുന്നതാണ് പവിത്രമായ തേങ്ങാപ്പാൽ. അതിൻ്റെ കൂടെ ലേശം തുടക്കത്തിൽ 1 പിഞ്ച് ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ തേൻ എന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ലോകത്തെ ഏക പ്രോഡക്റ്റാണ്. ഒരുപാട് ന്യൂട്രിയൻസ് അതിനകത്തുണ്ട്. അതിനെക്കുറിച്ച് 1 മണിക്കൂർ തന്നെ പറയാറുണ്ട്. അത് ഡയബറ്റീസുകാർക്കും ഒരു ദിവസം 1 ടീസ്പൂൺ നിർദ്ദേശിക്കുന്നുണ്ട്. ബാക്കി സ്വീറ്റ്സ് ഒന്നും പാടില്ല. ഇത് ചേർത്ത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മെയിൻ ഫുഡിന് എത്ര ഗ്ലാസ് തേങ്ങാപ്പാലിലാണ് ഈ ഒരു പൊടി? പിന്നെ അത് പരമാവധി നിങ്ങൾക്ക് 1 ഗ്ലാസ്, പക്ഷേ 1 ഗ്ലാസ് കിട്ടത്തില്ല. 5 അംഗങ്ങളുള്ള കുടുംബത്തിലാണെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന 1 തേങ്ങ 20 രൂപയ്ക്ക് 1 തേങ്ങ കിട്ടും. നിങ്ങൾക്ക് ഒരുപക്ഷെ 100 രൂപ 200 രൂപ കൊടുത്ത് ടോണിക്ക് വാങ്ങിക്കുന്നതിൻ്റെ 10 ഇരട്ടി പ്രയോജനമുള്ളതാണ്. 1 തേങ്ങ 5 പേരുള്ള കുടുംബാംഗങ്ങൾ ഒരു തേങ്ങ നിങ്ങൾ കറിവയ്ക്കാൻ എടുക്കും. ആ കറിവയ്ക്കാൻ എടുക്കുന്ന തേങ്ങയുടെ പാലെടുത്തതിന് ശേഷം അതിൻ്റെ കൊന്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ആ തേങ്ങ ചേർത്ത് നിങ്ങൾ കറിയിലുണ്ടാക്കാം. നമ്മളെല്ലാം കറികൾ ചേർത്ത് കഴിക്കുകയാണ്. ചൂടാക്കി തിളപ്പിച്ച് കഴിയുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ സ്വാത്വിക ഗുണമൊക്കെ നഷ്ടപ്പെടുന്നു. ഒരു തരം ഡെഡ് ബോഡിയായിട്ട് മാറുന്നു. അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ കേൾക്കുന്ന ആളുകൾ പരീക്ഷിച്ച് നോക്കുക, സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. ആ രീതിയിൽ തേങ്ങാപ്പാൽ കഴിക്കുക. അതിന് പകരമായിട്ട് യാതൊരു കാരണവശാലും പശുവും പാലോ പാക്കറ്റ് മിൽക്കോ നിങ്ങൾ ഉപയോഗിക്കരുത്. അത് നിങ്ങളെ അസുഖത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു, രോഗാതുരമായി മാറുന്നു. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.